ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2-3 എപ്പിസോഡിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അതിനു മുമ്പ് ഇപ്പോൾ TV നടക്കുന്ന എപ്പിസോഡിലും ശ്രുതിയുടെ ഒരു കള്ളത്തരം പൊളിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ തിരിച്ചു കയറുന്ന ശ്രുതിയാണ്. പിന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ബീരാൻ എല്ലാ കാര്യങ്ങളും പറയാണ്. മലേഷ്യക്കാരിയേ അല്ല എന്നുള്ള കാര്യം പറയുക ശ്രുതി. അതോടുകൂടി ചന്ദ്ര ശ്രുതിയെ വലിച്ച് പുറത്തിടുക. അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മുടെ ശ്രുതി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ശ്രുതിക്ക് ആകപ്പാടെ മനപ്രയാസമാകാണ്. എൻ്റെ ഭാര്യ പോയല്ലോ, അമ്മ അവളെ പുറത്താക്കിയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര വിഷമം. അതുപോലെ അവൾ എന്നോടിങ്ങനെ ചതി ചെയ്തല്ലോ, എന്നോട് അവൾ നുണ പറഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉടനെ തന്നെ ശ്രുതി പോയതിൻ്റെ വിഷമത്തിൽ ശ്രുതി ഭയങ്കരമായിട്ട് അങ്ങ് കള്ളു കുടിക്കുകയാണ്. കള്ളു കുടിച്ച് പൂസായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറേണ്ടി വരുന്നുണ്ട്. സച്ചിൻ രവിയും കൂടെ ചെന്നിട്ടാണ് കേട്ടോ പുറത്തിറക്കിക്കൊണ്ട് വരുന്നത്. ഒരു സംഭവ ബഹുലമായ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ കമൻറ്റുകൾ ഇടാൻ ആരും മറക്കല് കേട്ടോ. സീരിയലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഇടണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ ശ്രുതി മീരയുടെ വീട്ടിലാണ്, അവിടെ നിൽക്കുകയാണ്. എന്തായാലും ഞാൻ തിരിച്ചു പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ശ്രുതിയെ വിടാനായിട്ട് എനിക്ക് പറ്റില്ല. ശ്രുതിയുടെ ഭാര്യയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവനെ വിട്ടൊരു ജീവിതമൊന്നും എനിക്ക് പറ്റില്ല. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം സഹിച്ചത്. അങ്ങനെയുള്ളപ്പം ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും ഏത് അമ്മായിയമ്മ പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുമെന്ന് പറയാം. അപ്പം മീര പറയുന്നുണ്ട്, നിൻ്റെ ധൈര്യമൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുക കേട്ടോ. എന്തായാലും നിനക്ക് ഇതിനൊക്കെ ഉള്ള ധൈര്യം ഉണ്ടാവുള്ളൂ. കാരണം ഇങ്ങനെ തിരിച്ചു ചെല്ലാനായിട്ട് ഇനി നിൻ്റെ ബാക്കി കള്ളത്തരങ്ങളും കൂടെ അവരറിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ശ്രുതി ചോദിക്കുക, വേറെന്ത് കള്ളത്തരം? അയ്യോ, നീ അതെല്ലാം മറന്നുപോയോ? നീ നേരത്തെ ഒന്ന് വിവാഹം കഴിച്ചതാണെന്നും നിനക്കൊരു കുട്ടിയുണ്ടെന്നും നീ അവരെ അറിയിച്ചിട്ടാണോ കല്യാണം നടത്തിയത്? അല്ലല്ലോ. അപ്പോൾ ശ്രുതി പറയാം, നേരാ, അതൊന്നും അവരറിഞ്ഞിട്ടില്ല. അതറിഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമോ? അവരപ്പം എന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പം മീര പറയാ, അല്ല അതൊക്കെ നിൻ്റെ മനസ്സിൽ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താവും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഓർക്കുമ്പോഴാണ് എനിക്കെന്ന് പറയുമ്പോൾ നീ അതൊന്നും ഓർക്കാൻ നിൽക്കണ്ട, ഞാനെല്ലാം സോൾവ് ആക്കിക്കോളാമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ചന്ദ്രയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ്. രവി വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുക. ചന്ദ്ര നേരെ പോയിരിക്കുന്നത് ഭാമയുടെ വീട്ടിലാണ്. ഭാമയുടെ വീട്ടിൽ ചെന്നിട്ട് ഭാമയോട് പറയുന്നുണ്ട്, എടി നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. നീ അവളെ മലേഷ്യക്കാരി എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ മലേഷ്യക്കാരിയാണെന്ന് പറഞ്ഞല്ലേ നീ അങ്ങ് പറഞ്ഞു വിട്ടത്? എന്നിട്ട് അവൾ മലേഷ്യക്കാരിയായിരുന്നോ? അപ്പോൾ ഭാമ പറയാം, ആഹാ, ഇപ്പം നീ എനിക്കായോ കുറ്റം? നീ തന്നെ നിൻ്റെ മകന് വേണ്ടി കണ്ടുപിടിച്ച പെണ്ണല്ലേ അവള്, എന്നിട്ടിപ്പോൾ എൻ്റെ തലയിലോട്ട് കയറുന്നോ? അപ്പോൾ ചന്ദ്ര പറയാം, എടി നീയല്ലേ അവളെന്നെ പരിചയപ്പെടുത്തി തന്നത് മലേഷ്യക്കാരിയാണെന്നും പറഞ്ഞ്. അത് പിന്നെ മലേഷ്യക്കാരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൾ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ മസാജൊക്കെ ചെയ്യാൻ ഇവിടെ വരാറുള്ള പെൺകുട്ടിയാ ഇത് എന്ന് പറഞ്ഞല്ലേ ഞാൻ നിന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നീയല്ലേ അവളെ കയറി പരിചയപ്പെട്ടതും അവളുടെ അച്ഛൻ മലേഷ്യയിലാണെന്ന് അവൾ പറഞ്ഞതും അവൾ മലേഷ്യക്കാരിയായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നതാണെന്ന് പറഞ്ഞതും അത് കണ്ട് പൂത്ത പണമായിരിക്കുമെന്ന് വിചാരിച്ച് നീ നിൻ്റെ മകന് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ചതൊക്കെ. എന്നിട്ടിപ്പോൾ എൻ്റെ തലയിൽ കുറ്റം വയ്ക്കുന്നോ? നീ തന്നെ കണ്ടുപിടിച്ച പെണ്ണ, ഇനി എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വരരുത്. അപ്പോഴേക്കും ഉടനെ ചന്ദ്ര പറയാം, അതെ അതെ, ഞാൻ തന്നെ കണ്ടുപിടിച്ച വണ്ണ, പക്ഷേ നിനക്കും അതിൽ പങ്കുണ്ട്. എന്നാലും അവൾ ഇത്രയും പെരുങ്കള്ളിയായി പോയല്ലോടി. അതെ അതെ, അത് നേരെ തന്നെയാണ്, ഇത്രയധികം പെരുങ്കള്ളിയായി പോയല്ലോ അവൾ. നിനക്ക് ചന്ദ്രേ എന്നാലും ഇത്രയും നാളും അവളുമായിട്ട് അടുത്തിടപഴകിയിട്ടും അവളുടെ സ്വഭാവം ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ലല്ലോടി. അപ്പോൾ ചന്ദ്ര പറയാം, അതെ, എന്ത് ചെയ്യാനാ, ഇതുപോലൊരു ദാരിദ്ര്യവാസിയാണല്ലോ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഞാൻ കൊണ്ടുപോയത്. ആ പൂക്കാരിയെ തന്നെ അവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടേയില്ല. അവളൊരു ദാരിദ്ര്യവാസിയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ബഹളം വയ്ക്കും. ഇപ്പം അതിൽ ഭയങ്കര ദാരിദ്ര്യവാസിയാണല്ലോ ദേ ഇവള്. കോടീശ്വരിയാണെന്ന് ഞാൻ വിചാരിച്ച ഇവള് ഇത്രയധികം ദരിദ്രവാസിയായി പോയല്ലോ. അപ്പം ഭാമയെ പറയാം, അതെ, നേര് തന്നെയാ. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഇളയ മരുമകള് നല്ല മിടുക്കിയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, പിന്നെ ഭയങ്കര മിടുക്കി. അതെന്താടി അങ്ങനെ പറഞ്ഞേ? അല്ല, എൻ്റെ 3 മരുമക്കളും കണക്കാ. മൂത്തോളും രണ്ടാമത്തോളും മൂന്നാമത്തോളും എല്ലാം ദരിദ്രവാസികൾ. അങ്ങനെ എൻ്റെ മരുമക്കളെല്ലാം അഴുക്കായി പോയല്ലോ. എൻ്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള ഒരു പെണ്ണുങ്ങളെയാണല്ലോ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയ്ക്ക് ആകെ ടെൻഷനാകുക. ശ്രുതി കൂടി പാപ്പരാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയുടെ കിളി പോയി.
അപ്പോൾ ഭാമ പറയാ, എടി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? രേവതിയും ശ്രുതിയും ദരിദ്രവാസികളാണെന്ന് പറയാം. നിന്റെ ഇളയ മരുമകളുണ്ടല്ലോ വർഷ, അവൾ എങ്ങനെയാ ദരിദ്രവാസിയാവുന്നത്? അവളൊരു കോടീശ്വരി പെണ്ണല്ലേ, ഒരു കോടീശ്വരൻ്റെ ഒറ്റ മോള് അല്ലേന്ന് ചോദിക്കുക. അപ്പൊ ചന്ദ്ര പറയാ, അവള് കോടീശ്വരിയാ, എൻ്റെ പൊന്നെ, അവക്കാര വട്ട, അവളെ പോലെ ഒരു വട്ടിനെ എൻ്റെ മരുമോളായിട്ട് കിട്ടിയല്ലോ. അവളെന്നെ അമ്മായിയമ്മയായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അവള് കോടീശ്വരി ആയാലും എന്താ, എനിക്കെന്താ? അവള് ദരിദ്രവാസി തന്നെയാ, മൂന്നും കണക്കാ. എല്ലാം ഒരുപോലെ ആയല്ലോ. ഞാനെന്ത് മഹാപാപം ചെയ്തിട്ട് വേണോ ഇങ്ങനെയൊക്കെ ആയത്? ഇനി ഞാൻ പുറത്തിറങ്ങിയ എല്ലാവരുടെയും മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ ആലോചിക്കുന്ന എന്താണോ ഭാമേ, ആ ശ്രുതി, ആ പെരുങ്കളി, അവൾ എന്നോട് ഇത്രയും നുണ പറഞ്ഞല്ലോ. അപ്പം ഭാമ പറയാ, സാരില്ല, നീ അതൊക്കെ വിട്. ഇനിയിപ്പോൾ എന്തൊക്കെയായാലും നിന്റെ മകൻ്റെ ഭാര്യയല്ലേ, അവളെ ഇറക്കി വിട്ടത് മര്യാദയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ അവളോട് തിരിച്ചു വരാൻ പറ. പണമൊക്കെ വരും പോകും എന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് ഇറക്കി വിട്ടാൽ അത് മോശമല്ലേ? ആളുകൾ അതും ഇതുമൊക്കെ പറയല്ലേ എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയാ, അവളെ ഇനി ഞാൻ തിരിച്ചു വിളിച്ചോണ്ട് വരാനോ എൻ്റെ വീട്ടിലോട്ട്? നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതുപോലൊരു നുണ പറഞ്ഞ് എൻ്റെ വീട്ടിൽ കയറി കൂടിയോളെ ഇനി ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് വാഴിക്കാനോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പം മാമ പറയാ, അല്ല നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അവളെന്തെങ്കിലും കേസോ കൂട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിൻ്റെ മകൻ്റെ ഭാര്യ അവള്, മറക്കണ്ട. എന്ത് കേസിന് പോയാലും അവളെ പോലെ ഒരു പേരും കളി എൻ്റെ വീട്ടിലേക്ക് ഇനി കയറ്റാൻ ഞാനില്ല. ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം എന്നൊക്കെ പറഞ്ഞ് ഭാമ അവിടെ ഇരിക്കുക. അതേ സമയം വീട്ടിലാണെങ്കിൽ രവിക്ക് ഭയങ്കര വിഷമമൊക്കെയാണ് കേട്ടോ. രവി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അന്നേരം രേവതി അങ്ങോട്ട് ചെല്ലുക, അച്ഛൻ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഈ ചായ കുടിക്കച്ഛൻ, അപ്പം എല്ലാ വിഷമവും മാറുന്നേ, മനസ്സൊക്കെ ഒന്ന് തെളിയും, ടെൻഷൻ അടിക്കാനൊന്നുമില്ല, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് രേവതി ആശ്വസിപ്പിച്ചുകൊണ്ട് ചെല്ലുക. അപ്പോൾ രവി പറയുന്നുണ്ട്, എന്നാലും ശ്രുതിയെ ഇറക്കി വിടണ്ടായിരുന്നു. അവൾ ഇത്രയും കള്ളത്തരങ്ങൾ എന്നാലും ഈ വീട്ടിൽ പറഞ്ഞാണല്ലോ നിന്നത്. ഇത്രയ്ക്കൊരു പെരുങ്കളിയാണോ അവൾ? ഇനിയും അവൾ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? എന്നാലും ഭാമയുടെ വീട്ടിൽ കാണുമായിരിക്കും ചന്ദ്രയല്ലേ. ചന്ദ്രയാണെങ്കിൽ ശ്രുതിയെ അടിച്ചിറക്കി വിട്ടു. എന്ത് സ്നേഹമായിരുന്നു, അവളെ തലയിൽ വെച്ച് കൊണ്ട് നടന്നതാ. എന്നിട്ട് അടി കൊടുത്ത് കുത്തിന് പിടിച്ച് ഇറക്കി വിട്ടില്ലേ. ഇനിയിപ്പം എങ്ങനെയാ തിരിച്ചു കൊണ്ടുവരിക? അതിനാണെങ്കിൽ ചന്ദ്ര സമ്മതിക്കത്തൂല്ല. അപ്പോഴേക്കും രേവതി പറയാ, പതുക്കെ സമ്മതിക്കൂന്നേ. അതുമല്ല, സ്തുതി പറയട്ടെ, സ്തുതിയുടെ ഭാര്യയല്ലേ, അവളെ തിരിച്ചു കൊണ്ടുവരാൻ ചന്ദ്രയോട് പറയട്ടെ, അമ്മയോട് പറയട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ രവി പറയേ, ചന്ദ്ര ഭാമയുടെ വീട്ടിൽ കാണുമായിരിക്കല്ലേ, അവിടെ അവൾ എന്തെടുക്കുകയാണോ, അവൾക്ക് വിഷമാണോ, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോയെന്നും അറിയില്ല, ഇതിൻ്റെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. ഏതായാലും ചന്ദ്രയ്ക്കൊരു വലിയ അടി തന്നെയാണ് കിട്ടിപ്പോയത്. മോളെ, നീ ആ ഭാമയൊന്ന് വിളിച്ചു നോക്ക്, ചന്ദ്ര അവിടെ ഉണ്ടോയെന്ന് അറിയാമല്ലോ. അപ്പോൾ ഉടനെ തന്നെ പറയുക രേവതി, അച്ഛാ, അമ്മ അവിടെ കാണൂന്നേ, ഭാമാജിയുടെ അടുത്ത് തന്നെ കാണും, അല്ലാതെ അമ്മ എവിടെ പോകാനാ എന്ന് പറയാം. എന്നാലും നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി ഫോൺ എടുത്തിട്ട് ഭാമയെ വിളിക്കുക. ഭാമയെ വിളിക്കുമ്പോൾ രേവതിയുടെ കോള് കണ്ട് ഭാമ എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്താ മോളെ രേവതി എന്ന് ചോദിക്കുകയാണ്. അല്ല, ഭാമാജിയുടെ അടുത്ത് അമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാമ പറയുന്നുണ്ട്, ഉണ്ട്, ഇവിടെയുണ്ട്, അവൾ ഇങ്ങോട്ടല്ലാതെ പിന്നെ എവിടെ വരാനാ? എന്നിട്ട് ആൻറ്റിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോന്ന് എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ പറഞ്ഞു. എന്നാലും ആ ശ്രുതി ഇത്രയധികം പെരുങ്കളിയായി പോയല്ലോ. എന്നെയും അതുപോലെ ചന്ദ്രയൊക്കെ അവൾ പറ്റിക്കുകയായിരുന്നല്ലോ. ഞാനും അവളെ അങ്ങ് വിശ്വസിച്ച് കേട്ടോ. ചന്ദ്ര തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ച പെണ്ണായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്തതാണെങ്കിൽ അവളെന്നെ ഇട്ടേക്കുമായിരുന്നോ? അപ്പോൾ പറയുക രേവതി, അത് ശരിയാ, ശ്രുതിയുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണൂന്നേ, വെറുതെ അങ്ങനെ ആരും ഓണ പറയില്ലല്ലോ എന്ന് പറയാം. എന്നിട്ട് രേവതി ചോദിക്കുക, ആൻറ്റി, അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാമ പറയാ, എവിടുന്ന്? അവൾ വന്നപ്പോൾ മുതൽ ഒറ്റ ഇരിപ്പാ, ആകെ മൊത്തം ദേഷ്യവും സങ്കടവും നിരാശയും എല്ലാം അവളുടെ മുഖത്തുണ്ട്. ഒരു വെള്ളം പോലും അവൾ കുടിച്ചിട്ടില്ല. ഞാൻ ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞതാ, എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനായിട്ട് അവൾ കൂട്ടാക്കിയിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ ആകെ മൊത്തം വിഷമിച്ച് അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, ശരി, ഭാമാൻറ്റി ഒന്ന് നിർബന്ധിക്കണം കേട്ടോ, വീട്ടിലേക്ക് തിരിച്ചു വരാൻ അമ്മയോടൊന്ന് പറയണമെന്ന് പറയാം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം, രേവതി വിഷമിക്കണ്ട കേട്ടോ. രവിയേട്ടൻ അവിടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ, അതോ ചന്ദ്ര പോകുന്ന വിഷമത്തിൽ ഇരിക്കുകയാണോ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ രേവതി പറയാം, അച്ഛൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഇപ്പം ഞാൻ കുറച്ച് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്, അച്ഛന് നല്ല വിഷമമുണ്ട് ശ്രുതി ഇങ്ങനെ ചെയ്തതിൽ എന്നൊക്കെ പറയുക. അങ്ങനെ ഫോണൊക്കെ വയ്ക്കുകയാണേ.
അതിനുശേഷം കാണിക്കുന്നത് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ മീരയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇരിക്കുക, ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. ആ ബീരാൻ അയാൾ കാരണം ഇതൊക്കെ സംഭവിച്ചത്. ആ കല്യാണത്തിന് ബീരാനും കൂടി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ആ കല്യാണത്തിന് പോക്ക് ഒഴിവാക്കിയേനെ. ആരെയും അവിടെ വിടിയില്ലായിരുന്നു. സച്ചി ചെന്ന് കാണാനും വിളിച്ചോണ്ട് വരാനും ഒരു കണക്ക് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ആ സച്ചിയും രേവതിയാണ്. അവർ പോയി അയാളെ പിടിച്ചോണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നോ? എല്ലാ നാശത്തിനും കാരണം അവർ തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് മീര, എടി അങ്ങനെ പറയാതെ, സച്ചിയും രേവതിയും കണ്ടുപിടിച്ചു എന്നുള്ളത് സത്യമാണ്. നീ എന്നായാലും ഇതൊക്കെ മൂടി വെച്ച് അവിടെ ജീവിച്ചാൽ എത്ര നാൾ ജീവിക്കാൻ പറ്റും? സച്ചിയും രേവതിയും അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഇത് കണ്ടുപിടിച്ച് അതൊക്കെ അറിയല്ലേ? ഈ റിസ്ക് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് നീ അതൊക്കെ ചിന്തിക്കണമായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട് ശ്രുതി, അത് എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഞാൻ തിരിച്ച് കയറും അവിടെ. ശ്രുതി എൻ്റെ ഭർത്താവാണ്. ശ്രുതിയെ വിട്ടിട്ട് എനിക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് എന്ത് കളത്തരം പറഞ്ഞിട്ടാണേലും ഫൈറ്റ് ചെയ്തിട്ടാണേലും ഞാൻ തിരിച്ചവിടെ കയറും എന്ന് പറയാനേ. അപ്പം ഉടനെ തന്നെ നീര പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, നീ ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, നീ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുമെന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണമൊന്നും ഇറങ്ങില്ല, എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയുക. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, എടി നിനക്ക് ഫൈറ്റ് ചെയ്ത് ഇനി അവിടെ തിരിച്ചു കയറണമെങ്കിൽ ശരീരത്തിന് കുറച്ച് ആരോഗ്യമെങ്കിലും വേണ്ടേ? ആ ആരോഗ്യം കിട്ടണമെങ്കിൽ ഈ ഭക്ഷണം കുറച്ചെങ്കിലുമൊക്കെ എടുത്ത് കഴിക്ക് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി അവിടെ മീരയുടെ വീട്ടിലും ഉണ്ട്. അതേസമയം നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ നല്ല വിഷമായി പോയി. ശ്രുതി പോയിട്ട് തിരിച്ച് വിളിക്കാനുള്ള ധൈര്യമില്ല കേട്ടോ. കാരണം തിരിച്ച് വിളിച്ചാൽ അമ്മ ഇറക്കി വിട്ടാലോ എന്ന് പേടിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അതേസമയം ശ്രുതി പോവുകയും ചെയ്തു. ഇതുപോലെ ഒരു കള്ളത്തരം പറഞ്ഞല്ലോ എന്നും കൂടെ ആലോചിച്ചപ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് സഹിക്കാമല്ല. ശ്രുതി പിന്നെയും മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണേ, അവൾ എന്നോട് ഇത്രയധികം ഞാൻ അവളെ സ്നേഹിച്ചിട്ടും അവൾ ഇത്രയും വലിയ കള്ളത്തരം എന്നോട് പറഞ്ഞല്ലോ. എന്നാലും അവൾ എന്തൊരു സാധന, അവൾ എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞത്? അമ്മയാണെങ്കിൽ അവളെ അടിച്ചിറക്കുകയും ചെയ്തു. ഇനി എൻ്റെ ശ്രുതി തിരിച്ചു വരികയില്ല. എനിക്ക് ആ പാടെ നിരാശ തോന്നുക, എൻ്റെ ജീവിതമേ നശിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷമിച്ച് നടക്കുക. അങ്ങനെ ഒരു ഫ്രണ്ടുമായിട്ട് വരുവാണ് കേട്ടോ. ഫ്രണ്ടിനോട് പറയുന്നുണ്ട് കുറച്ച് മദ്യപിക്കണം, എനിക്ക് ആ പല ടെൻഷനാണ്, എൻ്റെ കുടുംബജീവിതം തകർന്നു, ആ ജീവിതമേ തകർന്നു, ശ്രുതി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി, അവൾ എന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരൻ്റെ കൂടെ ബാറിലേക്ക് പോവാണ്. അങ്ങനെ ബാറിൽ ചെന്നിരുന്ന് ശ്രുതി നന്നായിട്ട് അങ്ങ് മദ്യപിക്കുക. കൂട്ടുകാരൻ അങ്ങനെ മദ്യപിക്കുന്ന ഒരാളൊന്നും അല്ല, അയാൾ കൂടെ ഇരിപ്പുണ്ട്. നല്ല പോലെ മദ്യപിച്ച് ലെക്ക് കെട്ട് വരുന്ന ശ്രുതിയെ വണ്ടിയെ ഇരുത്തിക്കൊണ്ട് വരികയാണ് കൂട്ടുകാരൻ. അതേസമയം വഴി വെച്ചിട്ട് പോലീസ് വണ്ടി തടഞ്ഞു നിർത്തുക ചെക്കിങ്ങിനായിട്ടെ. അപ്പം നമ്മുടെ വേറൊരു കോൺസ്റ്റബിൾ, ഒരു ട്രാഫിക് പോലീസുകാരനുണ്ട്, സച്ചിയുമായിട്ട് ശകലമൊക്കെ ഒന്ന് ഉടക്കിയ ഒരാളുണ്ടല്ലോ, സച്ചിയുമായിട്ടൊരു പ്രശ്നവും പിണക്കവും ഒക്കെ ഉള്ള ഒരാൾ. അയാൾ തന്നെയാണ് ഇനി ദേവുവിൻ്റെ ഭർത്താവായിട്ട് വരാൻ പോകുന്നതും. അയാളിങ്ങനെ വഴിയിലുണ്ട് കേട്ടോ, ചെക്കിങ്ങിന് നിൽപ്പുണ്ട്. അയാളും കൂടെ കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും ഉടനെ വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി ചവിട്ടി നിർത്തി കഴിഞ്ഞപ്പം അവർ ഇങ്ങനെ മണമൊക്കെ പിടിച്ച് ഭയങ്കര ഒരു മണമൊക്കെ വന്നപ്പോഴേക്കും ഉടനെ പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ കൂട്ടുകാരനാണ് വണ്ടി ഓടിക്കുന്നത്, ശ്രുതി പുറകെ ഇരിക്കുക. ശ്രുതി നല്ല മദ്യപിച്ചിട്ടുണ്ട്, അതേസമയം കൂട്ടുകാരൻ മദ്യപിച്ചിട്ടില്ല. അപ്പോൾ ഊതാൻ പറയാണ്. അങ്ങനെ ഊതിക്കുമ്പോഴേക്കും കൂട്ടുകാരൻ മദ്യപിച്ചിട്ടില്ല എന്ന് കാണുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് മദ്യപിച്ചിട്ടില്ല എന്ന് പറയാം. ശരി നിങ്ങൾ പോയിക്കോളാൻ. അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി എടുത്തിടുവാണേ. എന്താ പറഞ്ഞേ, പോയിക്കോളാനോ? നിങ്ങളെത്തിനെ ഇപ്പം വണ്ടി തടഞ്ഞു നിർത്തി ഞങ്ങളെ കൊണ്ട് ഊതിച്ചത്? ഞാനല്ലല്ലോ വണ്ടി ഓടിക്കുന്നത്, എൻ്റെ കൂട്ടുകാരനല്ലേ, ഞാനല്ലേ മദ്യപിച്ചിരിക്കുന്നത്, പിന്നെ എന്തിനാ അവനെ കൊണ്ട് ഊതിച്ചത്? അവനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പണി ചെയ്തത്? നാണക്കേടുണ്ടാക്കാൻ വേണ്ടി ആയിരിക്കുമല്ലേ? അത് പറ്റില്ല, അവനോട് നിങ്ങൾ മാപ്പ് പറയണം എന്ന് പറയേ ഈ ശ്രുതി. അന്നേരം പോലീസുകാർ പറയുന്നുണ്ട്, വിട്ടുപോ, വെറുതെ ഇടങ്ങാറാക്കാതെ സ്ഥലം വിട്ടോ രണ്ടും കൂടി എന്ന് പറയുക. അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ശരി ഞങ്ങൾ പൊക്കോളാം, ഞാൻ മദ്യപിച്ചിട്ടില്ലായിരുന്നു, അവനെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. അപ്പോൾ സമ്മതിച്ചു, നിങ്ങൾ പൊയ്ക്കോളാൻ പറയാം. അപ്പോൾ ശ്രുതി അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയാം, ഇല്ല അങ്ങനെ ഇപ്പം ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ പോകാനേ തീരുമാനിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മദ്യപിച്ചിട്ടില്ലെന്ന്, പിന്നെ ഇവനെ എന്തിനാ ഊതിച്ചത്? ഇവനോട് നിങ്ങൾ സോറി പറ, ഇവൻ മദ്യപിക്കച്ചില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ, ഇവനല്ലേ വണ്ടി ഓടിച്ചേ എൻ്റെ ഫ്രണ്ട്, ഇവനോട് മാപ്പ് പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല, ഞങ്ങളോട് രണ്ടുപേരോടും നിങ്ങൾ മാപ്പ് പറയണമെന്ന് പറയാം. അപ്പോൾ പോലീസുകാരിങ്ങനെ നിൽക്കുക, അതെ ഇതൊരു വല്ലാത്ത കേസായിപ്പോയല്ലോ, പോടാ എന്ന് പറയാന്. അപ്പോൾ പോകാതെ നിൽക്കുക. അപ്പോൾ എസ് ഐ അതുവഴി വരിക. എസ് ഐയോടും പറയണേ, ദേ കാര്യമൊക്കെ പറഞ്ഞാൽ കൊള്ളാം, എൻ്റെ ഫ്രണ്ട് മദ്യപിച്ചിട്ടില്ല, പക്ഷെ അവനെ നിങ്ങൾ സംശയിച്ചു, അവനെ കൊണ്ട് നിങ്ങൾ ഊതിപ്പിച്ചു, അപ്പം അവൻ കുടിച്ചിട്ടില്ലെന്ന് മനസ്സിലായല്ലോ, ഇനി അവനോട് മാപ്പ് പറയാതെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകത്തില്ല, മാപ്പ് പറ, നിങ്ങൾ എവിടുത്തെ പോലീസാണെങ്കിലും നിങ്ങൾ മാപ്പ് പറ, ഇവിടെ നിയമമൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങ് വല്ലാതെ
നിൽക്കുക, പോകാൻ കൂട്ടാക്കുന്നേ ഇല്ല സുധി, ഭയങ്കര പൂസും. അപ്പോഴേക്കും പോലീസുകാർ പറയാം, എന്നാ ബാ സ്റ്റേഷനിലേക്ക് വാ, അവിടെ വെച്ച് നമുക്ക് മാപ്പ് പറയോ, മാപ്പ് എഴുതി തരുമോ, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, കയറി 2 സ്റ്റേഷനിലേക്ക് വരാൻ പറയാം. അങ്ങനെ സുധിയെ പോക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. കൊണ്ടുപോയി അവിടെ ഇരുത്തുക. അവിടെ ഇരുത്തിയിട്ട് സുധി നല്ല കിറങ്ങിയടിച്ചിരിക്കുക. പോലീസുകാരോടൊക്കെ മാപ്പ് പറയണമെന്ന് പറയാണ്. അപ്പോൾ കൂട്ടുകാരനോട് പോലീസുകാർ പറയുന്നുണ്ട്, നീ പൊക്കോ, ഇവനിവിടെ ഇരിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ കൂട്ടുകാരൻ അവിടെ നിന്ന് പോരുക. കൂട്ടുകാരൻ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല. സുധിയുടെ വീട്ടിൽ ചെല്ലുക. സുധിയുടെ വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ രവിയുണ്ട് അവിടെ. വീട്ടിൽ ചെല്ലുമ്പം രവിയോട് പറയാം, അതെ സുധിയുടെ അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സുധി മദ്യപിച്ച് ബോധം കെട്ട് ലെക്ക് കെട്ട് പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് രവി, അതെന്താ, അവനെന്തിനാ മദ്യപിച്ചേ, അവനങ്ങനെ മദ്യപിക്കുന്ന ശീലമൊന്നും ഇല്ലല്ലോ. അന്നേരം പറയാം, മദ്യപിക്കുന്ന ശീലമൊന്നുമില്ലായിരിക്കും, പക്ഷേ എന്നോട് പറഞ്ഞവന് ഭയങ്കര മനസ്സിന് വിഷമമാണ്. അവൻ്റെ ഭാര്യ അവനെ വിട്ടുപോയെന്നോ, അവൻ്റെ കുടുംബജീവിതം തകർന്നെന്നോ, ഭാര്യ അവനോട് നുണ പറഞ്ഞെന്നും ഇതൊന്നും സഹിക്കാൻ മേലാത്തതുകൊണ്ട് ഒന്ന് ബാറിൽ വരെ പോകണമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ കൂട്ടി ബാറിൽ ചെന്നു. അവിടെ ചെന്ന് അവൻ നന്നായിട്ട് മദ്യപിച്ചു. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ സ്കൂട്ടറിൽ വരുന്ന സമയത്ത് പോലീസുകാർ എന്നെ തടഞ്ഞു നിർത്തി ഊതിച്ചു. ആ സമയത്ത് സുധി പോലീസുകാരോട് വേണ്ടാത്തതൊക്കെ പറഞ്ഞു, അവരോട് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞു. അവർ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളാരെങ്കിലും വന്ന് പറയാതെ അവനെ വിടുകയല്ല എന്ന് പറയാണ്. അപ്പോൾ രവിക്ക് അങ്ങ് വിഷമാവുക. രവി പറയാം, എൻ്റെ സുധി അവൻ അങ്ങനെയൊന്നും കുടിക്കുന്നവനല്ലായിരുന്നു, എന്നിട്ടും അവനിപ്പോൾ ഇങ്ങനെയായിപ്പോയി. അവൻ ഇത്രയധികം കുടിക്കാൻ നിങ്ങൾ സമ്മതിക്കല്ലായിരുന്നു എന്ന് പറയുമ്പം അയാൾ പറയാം, അയ്യോ ചേട്ടാ, എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെയൊന്നും മദ്യപിക്കുന്ന ആളൊന്നുമല്ല. ഇവൻ എത്രത്തോളം കുടിച്ചാൽ പൂസായി പോകുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇവൻ അവിടെ ഇരുന്ന് കുടിച്ചു, ഞാൻ കുടിച്ചുമില്ല. ഇങ്ങനെ സംഭവിച്ചാൽ എന്നോട് ക്ഷമിക്കണം, എങ്ങനെയെങ്കിലും വന്ന് അവനെ ഇറക്കണം എന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, ശരി ഞങ്ങൾ വരാം, എന്നാലും എൻ്റെ മോൻ കുടിച്ച് സ്റ്റേഷനിലുമായി, അവൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ രവി പറയാം. അങ്ങനെ സച്ചി വരുക. അപ്പം സച്ചിയോട് രവി പറയുന്നുണ്ട്, സച്ചി ദേ സുധി കുടിച്ചിട്ട് പോലീസുകാർ പൊക്കിക്കൊണ്ട് പോയി അവിടെ സ്റ്റേഷനിൽ ഇരിക്കുക. ആ പോലീസുകാരെ എല്ലാം ചീത്ത പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ചെന്ന് അവനെ കൂട്ടിക്കൊണ്ട് വരണം, ഞാൻ അങ്ങോട്ട് പോവാ, നീയും കൂടെ വരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ സച്ചി പറയാം, അച്ഛൻ തന്നെ പോകണ്ട, ഞാനും കൂടെ വരാം. അവൻ എന്തിനാ ഇത്രയും കുടിച്ച് പൂസായത്, ഇവനോടൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലല്ലോ. അപ്പോൾ ഉടനെ തന്നെ രവി പറയുക, അവൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് അവൻ കുടിച്ചതാണെന്നാണ് പറഞ്ഞത്, കുടിച്ചത് ഇത്തിരി കൂടിപ്പോയി, അതാ സംഭവിച്ചത്, വാ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയാം. അങ്ങനെ സച്ചിയും രവിയും കൂടി അങ്ങോട്ട് പുറപ്പെടുക. അതേസമയം ഈ സുധി അവിടെ ഇരുന്നുകൊണ്ട് ആ കോൺസ്റ്റബിളിനോട് പറയാണ് കേട്ടോ, ആ ഒരു ട്രാഫിക് പോലീസുകാരൻ സച്ചിയോട് ശത്രുതയുള്ള ആളോട് പറയാം, ദേ നീയൊക്കെ എന്നെ പൊക്കി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയല്ലേ, നിനക്കൊക്കെ അറിയാവോ എൻ്റെ അനിയൻ ആരാന്ന്, അവനിങ്ങോട്ട് വന്ന് നിങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലും, കണ്ടോണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ അവർ പറയുന്നുണ്ട്, ഓഹോ നിൻ്റെ അനിയൻ വന്നാൽ വെടിവെച്ച് കൊല്ലും അല്ലേ, അതാരാണാവോ നിൻ്റെ അനിയൻ എന്നൊക്കെ ഈ ട്രാഫിക് പോലീസുകാരനും പറയുന്നുണ്ട്. സച്ചിയാണെന്നൊന്നും അയാൾക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ സച്ചിയും രവിയും വരിക. അപ്പം സച്ചിയെ കണ്ട് കഴിയുമ്പോഴേക്കും ഈ ട്രാഫിക് പോലീസുകാരൻ ഞെട്ടിപ്പോവാ, ഇവനാണോ, ഇവനായിരുന്നോ നിൻ്റെ അനിയൻ, ചുമ്മാതല്ല വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞത്, ഇതുപോലൊരു ഗുണ്ടയുടെ ചേട്ടനാ നീയല്ലേ, അപ്പം ഇങ്ങനെയൊന്നും ആയില്ലെങ്കിലേ പറയാനുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ സച്ചിക്ക് ദേഷ്യം വരിക. സച്ചി പറയാം, നിങ്ങൾ എൻ്റെ കാര്യം വെച്ച് എൻ്റെ ചേട്ടനെ വിലയിരുത്തണ്ട, ചേട്ടൻ നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആളാണ്, പക്ഷേ ഇതേ ഇങ്ങനൊന്നും മദ്യപിച്ചെന്നേ ഉള്ളൂ, അതിനിപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയാം. അപ്പോഴേക്കും അയാൾ പറയാം, അങ്ങനെ നീ എന്നോട് തർക്കിക്കാനൊന്നും വരണ്ട, നിൻ്റെ സ്വഭാവം എനിക്ക് നേരത്തെ അറിയാവുന്നതല്ലേ, നമ്മൾ തമ്മിൽ പരിചയമുണ്ടല്ലോ, ഇനിയും ഈ സ്റ്റേഷനിൽ നിന്നാൽ നിന്നെയും കൂടെ ഞാൻ പിടിച്ചതിൻ്റെ അകത്തിടും എന്നൊക്കെ പറയാം. അപ്പോൾ സച്ചി അങ്ങ് എതിർത്തൊക്കെ ചെല്ലുമ്പം രവി പറയാം, മോനെ സച്ചി നീ വെളിയിലിറങ്ങി നിൽക്ക് എന്ന് പറഞ്ഞ് സച്ചി അവിടെ പുറത്തിറക്കി നിർത്തുക. എന്നിട്ട് രവി ചെന്നിട്ട് ഈ പോലീസുകാരനോട് പറയുന്നുണ്ട്, മാപ്പാക്കണം എന്ന് പറയുമ്പോൾ അയാൾ പറയുകയാണേ, അതെ നിങ്ങൾ കോടതിയിൽ ചെന്ന് ജാമ്യം വാങ്ങിച്ചാൽ മതി, ഇവൻ്റെ പേരിൽ അങ്ങ് കേസാക്കുമെന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, അതിനുള്ള തെറ്റൊന്നും അവൻ ചെയ്തില്ലല്ലോ, മദ്യപിച്ച് വാഹനമൊന്നും ഓടിച്ചില്ലല്ലോ, മദ്യപിച്ചെന്നല്ലേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ചെന്ന് ആ SIയോട് സംസാരിക്കുക, അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറയാം. അങ്ങനെ രവി ചെന്ന് SIയുടെ മുമ്പിൽ നിന്ന് കണ്ണിക്കൂടൊക്കെ വെള്ളം വരുന്നുണ്ട്, നല്ല വിഷമമുണ്ട് രവിക്ക് കേട്ടോ. ചെന്ന് പറയണേ, എൻ്റെ മോൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അവൻ്റെ ജീവിതത്തിൽ, അതുകൊണ്ട് അവൻ ആ വിഷമത്തിൽ മദ്യപിച്ചാ, അല്ലാതെ സ്ഥിരം മദ്യപിക്കുന്ന ഒരാളൊന്നും അല്ല എൻ്റെ മോൻ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു മര്യാദയുള്ളൊരു പയ്യനാണ്, അതുകൊണ്ട് നിങ്ങൾ വിട്ടയക്കണം എന്ന് പറയാം. അപ്പം SI ചോദിക്കുന്നുണ്ട്, രവി എന്തെടുക്കായിരുന്നു എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ ഗവൺമെൻറ് സർവീസിലായിരുന്നു, പെൻഷൻ ആയതാണെന്നൊക്കെ പറയുമ്പം അയാൾ പറയാം, ശരി നിങ്ങൾ എഴുതി തന്നിട്ട് ഇവനെയും കൊണ്ട് പോയിക്കോ, കേസും കൂട്ടോ ഒന്നും വേണ്ട, ഇനി മേലെ ഇത് ആവർത്തിക്കല്ലേ കേട്ടോടാ എന്ന് പറയാം. അപ്പോഴും നമ്മുടെ സുധി ആടി പൂസായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ. സുധി പറയുന്നുണ്ട്, എന്നോട് മാപ്പ് പറയാതെ ഞാനിവിടുന്ന് പോരുകയല്ല, വരികയല്ല അച്ഛാന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ രവി പാവം സുധിയെ വലിച്ചു പൂക്കി
വെളിയിലോട്ട് ഇറക്കുക. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ സച്ചി അവിടെയുണ്ട്. സച്ചിയും കൂടെ കയറി താങ്ങി പിടിക്കുക. രവിക്ക് തന്നെ താങ്ങി പിടിക്കാൻ മേല, അതുപോലെ പൂസ, നടക്കാൻ പോലും വയ്യ. അപ്പോഴേക്ക് സച്ചിയും കൂടെ താങ്ങി പിടിക്കുക. അപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, അതെ ഇവരോട് മാപ്പ് പറയാൻ പറ. എടാ പറയടാ ഇവരോട്, ഇവരെന്നോട് മാപ്പ് പറയാതെ ഞാൻ പോവില്ലെന്ന് പറയുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ മാപ്പൊക്കെ പറയാം, നീ വീട്ടിലോട്ട് വാ, വീട്ടിൽ വന്നിട്ട് നമുക്ക് മാപ്പൊക്കെ പറയാമെന്ന് പറഞ്ഞ് വലിച്ചു പൊക്കി വണ്ടിയിലിട്ട് നമ്മുടെ സുധിയെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ കുടിച്ച് വഴി കിടന്ന് തോന്നിയ ദിവസം കാണിക്കാൻ നടക്കരുത് കേട്ടോ. നിൻ്റെ ഭാര്യ പോയെങ്കിൽ പോയി, അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ കൂടെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് സുധി നല്ല ചീത്ത പറയുന്നുണ്ട് സച്ചി. അങ്ങനെ നല്ല രസമുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ സുധി ഇങ്ങനെ മദ്യപിച്ച് വരുന്നതൊക്കെ. ഇനിയിപ്പം നമ്മുടെ അച്ചമ്മ വരുന്നുണ്ട് കേട്ടോ. അവരുടെ ആ ഒരു മുത്തശ്ശി വരുക, കലാവതി മുത്തശ്ശി വരുവാണ് നമ്മുടെ സുധിയെ തിരിച്ചു കയറ്റാനും ചന്ദ്രയെ ഒന്ന് അടക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അത് വരുന്ന എപ്പിസോഡിലാണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്